ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതായത് വ്യത്യസ്തമായിട്ടൊരു ദോശ. നമ്മൾ സാധാരണ ദോശ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു ചേഞ്ച് ആവുകയും ചെയ്യും. ഇത് ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 4 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അതിൽ ചിലന്തി വല പ്രാണികളോ ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്കത് അടർത്തിയെടുക്കാം. ഓരോ ഇലയായിട്ടൊന്നും നമ്മൾ അടർത്തിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് ജസ്റ്റ് വെറുതെ ഒന്ന് വലിച്ചൂരി ഇങ്ങെടുത്താൽ മതി. വലിയ വലിയ തണ്ടുകൾ മാറ്റി ചെറിയ കുഞ്ഞു തണ്ടുകളൊക്കെ അതിലിരുന്നാലും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് നല്ലതാണ്. അതിനുശേഷം ദോശക്കല്ലെടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് മാവ് ഒഴിക്കാം. ഞാൻ ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊരു കട്ടിയുള്ള അല്പം മുരിഞ്ഞ ദോശയായിട്ടാണ് ചെയ്യുന്നത്. കനം കുറച്ച് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അതിലേക്ക് മുരിങ്ങയില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മാവൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് സാമാന്യം കട്ടിയിൽ തന്നെ ഇല ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ അത് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പതിയെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്പസമയം കഴിയുമ്പോൾ ഇതുപോലെ ഇല ഇങ്ങനെ ഒന്ന് വാടി വരും. ആ സമയത്ത് നമുക്ക് ഈ ദോശയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ പതിയെ കുക്ക് ചെയ്തെടുക്കാം. സാമ്പാറാണ് ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഉള്ളത്. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. മുരിങ്ങയിലയിൽ ധാരാളം പോഷകങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. മുരിങ്ങയില മാത്രമല്ല, എല്ലാ ഇലക്കറികളിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. നമുക്ക് ഒരു ചേഞ്ചും ആകും, ശരീരത്തിന് നല്ലതുമാണ്. താങ്ക് യു.